ഓം നമോ ഭഗവതേ വാസുദേവായ. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായണത്തിലെ ഹനുമൻ സീതാ സംവാദം എന്ന ഭാഗത്തിൻ്റെ കഥയാണ് പറയുന്നത്. രാത്രിയിൽ ഉറങ്ങാതെ സീതാദേവി സ്വയം പറയുകയാണ്, രാക്ഷസികൾ എൻ്റെ ദേഹത്തെ ഭക്ഷിക്കും. എനിക്ക് വേണ്ടപ്പെട്ടവരായി ആരും ഇപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാതെ പോയല്ലോ. മരിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. സ്വയം മരിക്കാൻ കഴിവുമില്ല. മാനവ വീരനായ എൻ്റെ ഭർത്താവ് എന്നെ മറന്നു. എൻ്റെ ജീവനെ ഞാനിതാ ഉപേക്ഷിക്കുകയാണ്. അദ്ദേഹം കാരുണ്യമില്ലാത്തവനാണ്. ഇങ്ങനെ പറഞ്ഞ് സീത മെല്ലെ എഴുന്നേറ്റ് തകർന്ന മനസ്സുമായി ഭർത്താവിനെ തന്നെ ചിന്തിച്ച് ശിംശിബാവൃക്ഷത്തിൻ്റെ കൊമ്പുകൾ പിടിച്ച് കരഞ്ഞു. ഇതെല്ലാം വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഹനുമാൻ സീതാദേവി കേൾക്കുന്ന രൂപത്തിൽ പതുക്കെ പറഞ്ഞു. സൂര്യവംശത്തിൽ ദശരഥൻ്റെ മക്കളായി കാമദേവ തുല്യരായി രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്ന 4 പേരുണ്ടായി. രാക്ഷസന്മാരെ വധിക്കുവാൻ കാരണക്കാരനായ ശ്രീരാമൻ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം സഹോദരനോടും പത്നിയോടും കൂടി വനത്തിൽ താമസിച്ചു. കപടവേഷം ധരിച്ച രാവണൻ ജനക മഹാരാജാവിൻ്റെ മകളും ശ്രീരാമൻ്റെ പത്നിയുമായ സീതയെ കട്ടുകൊണ്ടുപോയി. ദുഃഖിതരായ സഹോദരന്മാർ പലയിടത്തും ദേവിയെ അന്വേഷിച്ച് നടക്കുമ്പോൾ നിലത്ത് വീണുകിടക്കുന്ന ജടായുവിനെ കണ്ടു. അവന് മോക്ഷം നൽകി കിഷ്കിന്ധയിലെ മാല്യവാൻ പർവ്വതത്തിൻ്റെ സമീപത്തു കൂടി നടന്നു പോകുമ്പോൾ സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ബാലിയെ വധിച്ച് സുഗ്രീവനെ രാജ്യമായി അവരോധിച്ചു. ഇതിന് പ്രത്യുപകാരമായി സീതാദേവിയെ അന്വേഷിക്കുവാനായി സുഗ്രീവൻ 4 ഭാഗത്തേക്കും വാനര സംഘത്തെ അയച്ചു. ആ സംഘത്തിലെ ഒരുവനായ ഞാൻ സമ്പാദിയുടെ ഉപദേശപ്രകാരം 100 യോജന വിസ്തീർണമുള്ള കടൽ ചാടിക്കടന്ന് ലങ്കയിൽ എത്തി. ലങ്കാപുരം മുഴുവനും ദേവിയെ തിരഞ്ഞു. അച്ഛൻ്റെ അനുഗ്രഹത്താൽ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് ശിംശബാവൃക്ഷ ചുവട്ടിൽ അങ്ങയെ ദർശിച്ചു. ഞാൻ സന്തോഷവാനായി. ആഗ്രഹിച്ച കാര്യം സാധിച്ചതിൽ ഞാൻ സംതൃപ്തനായി. ഭഗവാന്റെ ഭക്തന്മാരിൽ ഞാൻ മുമ്പനാണ്. എനിക്ക് ലഭിച്ച ഭാഗ്യം ആലോചിക്കുമ്പോൾ അത്ഭുതം തന്നെ. അങ്ങയെ ഞാൻ നമിക്കുന്നു. ഹനുമാൻ ഇങ്ങനെ പറഞ്ഞ് പിന്നെ ഇളകാതെ ഇരുന്നു. സീതാദേവി ഇത് കേട്ട് തന്നോട് തന്നെ പറയുകയാണ്, ആരാണിപ്പോൾ ഇത്ര മനോഹരമായി ശ്രീരാമൻ്റെ ചരിത്രം അന്തരീക്ഷത്തിൽ നിന്ന് കീർത്തിച്ചത്? വായുദേവൻ എന്നോടുള്ള ദയ കൊണ്ട് പറയുന്നതാണോ? അതല്ല പാപിയായ എൻ്റെ മനസ്സിൻ്റെ വിഭ്രാന്തിയോ? രാത്രി മുഴുവനും ഉറങ്ങാതിരുന്ന എനിക്ക് സ്വപ്നം കാണുവാൻ സാധ്യമല്ല. വളരെ രസകരമായി അവതരിപ്പിച്ച എൻ്റെ ഭർത്താവിൻ്റെ ചരിത്രം സത്യമായി തീരണമേ. ഈ ചരിത്രം പറഞ്ഞത് ഏത് പുരുഷനാണെങ്കിലും അവൻ അത്യുത്തമനാണ്. അദ്ദേഹം എൻ്റെ മുമ്പിൽ വരട്ടെ. എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. സീതാദേവിയുടെ വാക്കുകൾ കേട്ട ഹനുമാൻ മെല്ലെ സന്തോഷത്തോടു കൂടി വൃക്ഷത്തിൽ നിന്നും താഴെ ഇറങ്ങി. വിനയത്തോടെ ദേവിയുടെ ചരണങ്ങളിൽ നമസ്കരിച്ച് അല്പം അകലെ തൊഴുതു നിന്നു. ഹനുമാൻ വളരെ ചെറിയ രൂപത്തിലാണ് ദേവിയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടത്. തൻ്റെ മുമ്പിൽ വാനര രൂപത്തിൽ വന്നു നിൽക്കുന്നത് രാക്ഷസനായിരിക്കുമോ എന്ന് ദേവി ശങ്കിച്ചു. അതിന് കാരണവുമുണ്ട്. രാക്ഷസന്മാർ മായാവികളാണ്. അവർക്ക് ഏത് രൂപത്തിലേക്കും മാറുവാൻ സാധിക്കും. ഈ വേഷത്തിൽ വന്നത് തന്നെ ചതിക്കാനായിരിക്കുമോ എന്ന് ദേവി ഭയപ്പെട്ടു തല താഴ്ത്തിയിരുന്നു. ദേവിയുടെ പ്രകടനങ്ങളിൽ നിന്ന് ഹനുമാൻ തന്നെ സംശയിക്കുന്നുണ്ടെന്ന് ബോധ്യമായി. ഹനുമാൻ ദേവിയുടെ സംശയ നിവാരണത്തിനായി ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ പാതാരവിന്ദത്താൽ ശരണം പ്രാപിച്ച എന്നെ സംശയിക്കരുത്. അങ്ങയുടെ ആജ്ഞാനുവർത്തിയായ ദാസനാണ് ഞാൻ. അങ്ങ് ചിന്തിക്കുന്നത് പോലുള്ള വ്യക്തിയല്ല. കോസലേന്ദ്രനായ
രാമൻ്റെ ദാസനാണ് ഞാൻ. സൂര്യപുത്രനായ സുഗ്രീവൻ്റെ ഭൃത്യനായ വായുപുത്രനാണ് ഞാൻ. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ അശേഷം അസത്യം പ്രവർത്തിക്കാത്തവനാണ് അമ്മേ ഞാൻ. ഹനുമാൻ്റെ മധുരമായ വാക്കുകൾ കേട്ട് ദേവിക്ക് വളരെയധികം സന്തോഷം വന്നു. ഇതാണ് കഥ.